വളരെ യാദൃശികമായിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ കാണാൻ ഇടയായി. ഇവിടെ മീഡിയ വണ്ണൊക്കെ വി.ഡി. സതീശനെ ഇരുന്ന് ട്രോളുന്നടാ. സംശയമുള്ള ആളുകൾക്ക് ഒന്ന് കാണിച്ചു കാണാം. ഞാൻ വീണ്ടും പറയാണ്, എന്താണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ക്ഷീരദിനാശംസകൾ എന്ന് പറയാ, ചോദ്യം ചോദിക്കുമ്പോൾ പൂക്കി ചിരിയിരിക്കുക, ചോദ്യം ചോദിക്കുമ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് വേറെ കാര്യം പറയാം. ഇതൊക്കെ മിടുക്കാണ് എന്ന് കരുതരുത്. ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. പ്രതിപക്ഷം പ്രതിരോധത്തിലാകുന്നത് സമാനമായ ആരോപണങ്ങൾ അവർ അധികാരത്തിലിരുന്ന സമയത്ത് നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരന്ന് പറഞ്ഞ മറുപടികൾ കൂടിയിട്ട് ഇപ്പോൾ സർക്കാർ തിരികെ പറയുന്നു. ഇത്തരം ഒരു കാര്യത്തിൽ ഇവർ ഭയങ്കരമായിട്ട് ബാക്കിലായി പോകുന്നില്ലേ? അല്ല, സർക്കാരിന്റെ ഒരു കോൺഫിഡൻസ് അതാണ്. നിങ്ങൾ ചെയ്തിട്ടുള്ള അന്യായങ്ങളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ട്. അതുകൊണ്ട് അത് പറയുമ്പോൾ ഞങ്ങൾ ഇത് പറയുമെന്ന് പറഞ്ഞു. അതിന് എത്ര ദിവസം ആയുസ് ഉണ്ടാവും? എത്ര ദിവസത്തെ ആയുസ് ഉണ്ടാവും? അധികം നാളത്തെ ആയുസൊന്നും ഉണ്ടാവില്ല. കാരണം അമ്മാതിരി നുണകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനാണോ നിങ്ങളെ അവിടെ കൊണ്ടേ ഇരുത്തിയിട്ടുള്ളത്? നിങ്ങൾ പറയുന്നത് പിണറായി വിജയന്റെ ഭരണം ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് അവരെ താഴെ ഇറക്കിയത് എല്ലാവരും ചേർന്നിട്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ പ്രവർത്തനം ഏത് രീതിയിലേക്കാണ് പോകുന്നത്? പഴിചാരി കളിക്കാനുള്ളതല്ല. നിങ്ങൾ ഭരിക്കി, ഈ കസേരയിലോട്ടൊന്ന് ഇരുന്നോട്ടടേ എന്നിട്ട് പറയടേ എന്ന് പറയുന്ന ആളുകളുണ്ട്. നിങ്ങൾ 5 വർഷം ആ കസേരയിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് ഗുണം ഉണ്ടാവണം. നിങ്ങൾ പണ്ട് പറഞ്ഞ വാക്കുകൾ അത് മാറ്റി പറയരുത്. അത്രേ പറയുന്നുള്ളൂ. അതിന് 2 വീക്സ്, ഒരു മാസം, 1-2 മാസം കഴിഞ്ഞ് ജനം മറക്കും എന്ന് മാത്രമല്ല, ജനത്തിന്റെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതൊക്കെ ഇല്ലാതാക്കാനല്ലേ നിങ്ങളെ കൊണ്ടുവന്നതെന്ന്. നമുക്ക് ഈ കഴിഞ്ഞ സർക്കാരിനെ കുറിച്ചുള്ള LDFന്റെ ഗവൺമെന്റിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ വിമർശനവും ആക്ഷേപവും കഥയും UDF ഉയർത്തിയത് അതിന് നേതാക്കന്മാർക്ക് എല്ലാവർക്കും പിൻവാതിൽ വഴി അതിന്റെ ഭാര്യമാർക്ക് നിയമനം കൊടുത്തു. KK രാഗേഷിന്റെ ഭാര്യയ്ക്ക് കൊടുത്തു, അല്ലെങ്കിൽ A വിജയരാഘവന്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തു, അല്ലെങ്കിൽ MP രാജേഷിന്റെ ഭാര്യയ്ക്ക് നിയമനം കൊടുത്തു എന്നുള്ള കഥ ഇവർ വ്യാപകമായി പ്രചരിപ്പിക്കുകയും ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തല്ലോ. പിൻവാതിൽ നിയമനം നടക്കുകയാണ്, ബന്ധുക്കൾക്കാണ് നിയമനം എന്നത് ഈ സർക്കാരിനെ കുറിച്ച്, പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് ഇവർ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ആക്ഷേപമാണ്. അപ്പോഴാണ് സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവ് അളിയൻ, അദ്ദേഹത്തെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ ശമ്പളം വരുന്ന പദവിയിലാണ് അദ്ദേഹം നിയമിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇപ്പൊ അജിൻസ് പറഞ്ഞു UDFന്റെ സൈബർ ഹാൻഡിലുകൾ ഇതിന്റെ രാഷ്ട്രീയ നിയമനമാണെന്നുള്ള വിശദാംശം പങ്കുവയ്ക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫ് നിയമസഭയ്ക്കകത്ത് എന്നിരുന്ന് പറയണ്ടേ, എന്റെ അളിയനെ നിയമിച്ചത് എന്താ കുഴപ്പം, എന്റെ അളിയനെ ആയതുകൊണ്ട് അർഹതയുണ്ടെങ്കിൽ നിയമിക്കാൻ പാടില്ലേ? ഇതേ ചോദ്യം CPM ചോദിച്ചിട്ടുണ്ട്. എന്താ ഇവരുടെ ഒന്നും ഭാര്യമാർക്ക് അർഹതയില്ല, അർഹതയുള്ളവർ അവരുടെ ഭാര്യമാരായി പോയി എന്തുകൊണ്ട് ഒരു നിയമനവും കൊടുക്കാൻ പാടില്ല എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അതിനെ അപഹസിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഇവിടെയുള്ള ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. സാധാരണക്കാരായ ആളുകള്, ഞാൻ പറഞ്ഞല്ലോ, അന്നം കഴിക്കാൻ ബുദ്ധിമുട്ടുകൾ, അത്രക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഇന്ധന വിലക്കയറ്റം, ഒരു ചായ കുടിക്കണമെങ്കിൽ 10-20 രൂപ കൊടുക്കണം. ആ രീതിയിലേക്ക് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. 1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളമുള്ള ജോലിയാണ് ഇത്. CPM ചെയ്തപ്പോൾ വലിയ പ്രശ്നമാവുകയും കോൺഗ്രസ് ചെയ്ത ഒന്നും അല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അത് ഊളത്തരാണ്. ഇതൊന്നും അറിയാത്ത പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ, നിങ്ങളുടെ സഹോദരിയാണെങ്കിൽ, നിങ്ങളുടെ ബന്ധുവാണെങ്കിൽ അതെല്ലാം സ്വജനപക്ഷപാതമാണ്, അവരുടെ അർഹത ഞങ്ങൾക്ക് വിഷയമല്ല എന്ന നിലപാട് സ്വീകരിച്ചതാണ് കോൺഗ്രസ്സുകാർ. എന്നിട്ട് ഇപ്പോൾ സണ്ണി ജോസഫ് അദ്ദേഹത്തിന്റെ അളിയനെ കൊണ്ടുവന്ന് 1.5 ലക്ഷം രൂപ ശമ്പളമുള്ള പദവിയിൽ നിയമിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദ്യം അദ്ദേഹം സ്കിപ്പ് ചെയ്യാണ്. ജനങ്ങൾ ഈ ലെഫ്റ്റിനെ മാറ്റിയതിന്റെ ഒരു ഹാങ് ഓവറിൽ നിന്ന് പുറത്തു കടക്കണം. ആ ഹാങ് ഓവറിലാണ് ഇപ്പോഴും കേരളം ഉള്ളത്. അതുകൊണ്ടാണ് ഈ ആനുകൂല്യം UDFന് കിട്ടുന്നത്. അതുകൊണ്ടാണ് സണ്ണി ജോസഫിന് മറുപടി പറയാതെ സ്കിപ്പ് അടിക്കാൻ പറ്റുന്നത്. ആ ഹാങ് ഓവർ കഴിയുകയും ഒരു UDF സർക്കാർ എന്ന യാഥാർത്ഥ്യം, നമ്മളിപ്പോൾ UDF സർക്കാരിന്റെ കീഴിലാണ്, UDF സർക്കാർ പണിയെടുക്കേണ്ടതുണ്ട്. ഇപ്പം TVK സർക്കാരില്ലേ, അതും ജനം ഹാങ് ഓവറിലാണ്. അതുകൊണ്ട് അതിന്റെ സൗകര്യം ഇപ്പൊ കിട്ടും, അതൊരു 3 മാസം കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് CPM വെയിറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയായിരിക്കും. പിന്നെ നിയമസഭയ്ക്കകത്ത് പിണറായി വിജയൻ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശൈലിയിലായിരിക്കും. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സസ്പെൻഷൻ റിട്ടയർ ആവുന്നതിന് 2 ദിവസം മുമ്പൊക്കെ ചില ആളുകളെ സസ്പെൻഡ് ചെയ്തു. അതൊക്കെ ക്രൂരമാണ് സാർ, അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പതിപ്പിക്കണം, ഞാനും എന്റെ കക്ഷിയും വിടുകയാണ് എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അത്രയും ലൈറ്റ് ആയിട്ടുള്ള ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അത് കാണുമ്പോൾ V.D. സതീശനും അല്ലെങ്കിൽ സണ്ണി ജോസഫിനും ഒക്കെ തോന്നും ഇത്രയേ ഉള്ളൂ പിണറായി വിജയൻ. അങ്ങനെ വിചാരിക്കേണ്ടതില്ല. പ്രതിപക്ഷം എന്ന് പറയുന്നത് 5 വർഷത്തിൽ 150-200 ദിവസങ്ങളുടെ സഭയേ ഉള്ളൂ. അത് പലതും മറ്റു പല ബിസിനസ്സുകൾക്കായി പോകും. അവിടുത്തെ പെർഫോമൻസ് മാത്രമല്ല, CPIM എന്ന് പറയുന്ന പാർട്ടിയും അതിന്റെ അനുഭാവ വൃന്ദവും അതിന്റെ സൈബർ പടയും പുറത്ത് അതിന്റെ ശക്തിയിൽ തന്നെ കാത്തിരിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെ എക്സ്പോസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇത് പിണറായി വിജയനാണ്, പിണറായി വിജയൻ ആയതിൽ തന്നെ CPM-മാർക്ക് തന്നെ നല്ല നിരാശയുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് മേടിക്കാനൊന്നുമില്ല എന്ന മട്ടെടുക്കാൻ പോകുവാണെങ്കിൽ പ്രയാസമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെ 8ന്റെ പണി കിട്ടാൻ പോകുന്നത് UDFനാണ്. എപ്പോഴും പറയാറുണ്ട് പല ആളുകളും, ഇത് CPIM-ന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ അവസാനത്തെ മുഖ്യമന്ത്രി ആയിരിക്കും എന്നുള്ളത്. സത്യത്തില് ഇവിടെ നേരെ തിരിച്ചു വരാനാണ് സാധ്യത. മുസ്ലിം ലീഗ് ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും 5 വർഷത്തിനിടയിൽ ഒരു തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. UDFുമായിട്ടുള്ള അവരുടെ സഖ്യം അവർ അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. V.D. സതീശന്റെ നിക്കറിന്റെ കളർ തന്നെയാണ് അതിന് കാരണം, കാവി. അദ്ദേഹം കൃത്യമായിട്ട് RSSകാരുടെ കൂടെയാണ്, BJPക്കാരുടെ കൂടെയാണ് എന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയും. തെളിവുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. എന്തിനാ വിമാനം കയറിപ്പോയി? എന്തിന് RSSന്റെ കാര്യാലയത്തിലേക്ക് പോയി? എന്തിനു പറയുന്നു RSSകാര്, BJPക്കാര് തന്നെ വിത്ത് എവിഡൻസ് പല കാര്യങ്ങളും തുറന്നു പറയുന്നു. ഞങ്ങൾ V.D. സതീശനെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ഡമ്മിയാക്കി ഇരുത്തിയതാ, ഞങ്ങളാണ് ഭരിക്കുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും അതിലേക്ക് വിരൽ ചൂണ്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നല്ല രീതിയിൽ ഭരിക്കണം കേട്ടോ. നല്ല രീതിയിൽ ഭരിച്ച് അവസാനം UDFനെ അങ്ങ് ഇല്ലാണ്ടാക്കണം കേട്ടോ.
ഇടതുപക്ഷവും വലതുപക്ഷം മാറി മാറി വരണം, അവർ ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ നെഞ്ചിലോട്ട് നിങ്ങൾ ആണിയടിക്കുന്നതിന് തുല്യമാണ് RSSന്റെ കളസം വാങ്ങി കെട്ടുന്നത്. അതുകൊണ്ട് ഒന്നേ പറയുന്നുള്ളൂ, എന്റെ പൊന്നുമക്കളെ, വോട്ട് ചെയ്ത നിങ്ങളെ എല്ലാവരും പൊട്ടന്മാരാക്കിക്കൊണ്ട് VD സതീശൻ എന്ത് കളിയാണ് കളിക്കുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പിണറായി വിജയൻ നിയമസഭയിൽ വളരെ സൗമ്യമായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നാളെ അതേ സൗമ്യമായ ഇടപെടലുകൾ നിങ്ങൾ റീലാക്കിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ഇന്ന് പൂക്കി എന്ന് പറഞ്ഞു വിളിക്കുന്ന VD സതീശനെ എല്ലാവരും കിടന്ന് ഊക്കുന്നില്ലേ, അത് ഏത് രീതിയിൽ ട്രെൻഡായോ അതിനേക്കാൾ മുകളിൽ ട്രെൻഡ് ആവുന്ന വാക്കുകൾ പിണറായി വിജയന്റേതായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പറഞ്ഞതും അല്ലാത്തതുമായ കാര്യങ്ങൾ. VD സതീശനെ നിങ്ങൾ അകമഴിഞ്ഞ് വിശ്വസിക്കൂ. കാരണം VD സതീശൻ ഒരുപക്ഷെ മുസ്ലിം ലീഗും UDFും തമ്മിലുള്ള ആ ബന്ധം വിച്ഛേദിപ്പിക്കാനുള്ള കാരണക്കാരനാവും. വഖഫുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളും നിങ്ങൾ ശ്രദ്ധിച്ചതല്ലേ. ഇത് അള്ളാഹുവിന്റെ ഭൂമിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഒരുപാട് മുസ്ലിം ലീഗുകാർ പറഞ്ഞ വാക്കുണ്ട്. അത് അള്ളാഹുവിന്റെ ഭൂമിയല്ല എന്ന് പറയാൻ VD സതീശൻ ആരാണ് എന്നുള്ളത്. KM ഷാജിയുടെ ആ പ്രസംഗമൊക്കെ വെറുതെ ഒന്ന് പൊടി തട്ടിയെടുത്തു. ഒരു വട്ടം വഖഫായ അത് വഖഫാണല്ലേ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.